ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ? സുഖന്നല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കല്ലേ. ഇപ്പോൾ കുറച്ച് ദിവസമായിന്ന് തോന്നണല്ലേ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഒന്ന് ഷൂട്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്തായാലും ഷോർട്ട് വീഡിയോ തന്നെയാണല്ലോ ഇടുന്നത്, എന്നാൽ പിന്നെ ഇന്ന് ലോങ് വീഡിയോ തന്നെ അങ്ങോട്ട് എടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് ഇന്നെടുത്ത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് വോയിസൊക്കെ കൊടുത്ത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ഒരു സ്വപ്നത്തിലും ആഗ്രഹത്തിലും പ്രതീക്ഷയിലൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് എടുക്കുന്നതും അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇതിൽ നിന്നൊരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. കാരണം ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് തന്നെ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് എന്തെങ്കിലും ഒരു വരുമാനം, ഒരു സാധാ വീട്ടമ്മമാർക്ക് ചിലപ്പം എല്ലാവർക്കും പുറത്തു പോയി പണിയെടുക്കാനും ഇതാക്കാനൊന്നും കഴിയണമെന്നില്ല. അപ്പം നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെറിയൊരു വരുമാനം നേടാം എന്നൊക്കെ ഉള്ള ആ ഒരു ഇതും പിന്നെ എൻ്റെ ഇഷ്ടത്തോടു കൂടെയൊക്കെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ എന്തെങ്കിലും നമ്മളൊന്ന് ക്ലിക്കാവും, നല്ലൊരു ഇതിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലും ഓരോരോ വീഡിയോ ഇടുന്നതും ആ ഒരു പ്രതീക്ഷയിലൊക്കെ തന്നെയാണ് കേട്ടോ. കാരണം ക്ലിക്കാവും, രക്ഷപ്പെടും, എല്ലാം ശരിയാവും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഓരോ വീഡിയോയും നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള മൊത്തം വീഡിയോ കണ്ടിട്ട് ആ ഒരു വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നമ്മളെ തുടർന്നൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഇതാട്ടോ ഞാൻ നേരത്തെ തന്നെ ചായം കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികൾക്ക് മദ്രസക്ക് പോകുമ്പോഴത്തേക്കും ചായ കുടിച്ചിട്ടാണ് ഇപ്പോൾ ഒരു പോവുക. ഫസ്റ്റത്തെ ദോശ ഒഴിച്ചത് നിങ്ങൾ കണ്ടീനോ? ഫോണിലേക്ക് നോക്കി നിന്നിട്ട് പറഞ്ഞതിൻ്റെ ആ ഒരു ഇതാണ് അതിൽ കണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ രണ്ടാമത് ഫോണൊക്കെ ഒന്ന് നേർക്ക് അങ്ങോട്ട് പിടിച്ചിട്ട് ഇതാ അടുത്തടുത്ത ദോശ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. കുട്ടികൾക്ക് മദ്രസക്ക് 8 മണി മുതൽ 11 മണി വരെയാണ് മദ്രസ ഉള്ളത്. അപ്പോൾ അവർക്ക് ചായ കുടിച്ചിട്ടാണ് പോവുക. അപ്പോൾ ദോശയും പിന്നെ തലേ ദിവസത്തെ കറിയും ചൂടാക്കിയിട്ട് അതങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഒരു മദ്രസക്ക് പോവണ ആ ഒരു സമയത്ത് തന്നെ ഇത് അവിടെ ഒരുത്തന്നെ എണീച്ച് വന്നിക്കണേ. അതിനൊക്കെ ആ പൊതുപ്പ് വെച്ച് കടന്നങ്ങോട്ട് ഉറങ്ങിയാൽ പോരാ, ഇവരെ പോരത്തെ ഈ ഒച്ചപ്പാടും കൊണ്ട് എണീച്ച് വരുന്നതാണ് കേട്ടോ. നിച്ചുമോളും നാഫിയും പോണ വരെ ഒരു ഒച്ചപ്പാടുണ്ടാവും. മാറ്റി ഒരുങ്ങി ഇതാക്കി എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിളിയും വർത്താനവും എല്ലാം കൊണ്ടും ആകുമ്പോൾ ഓനും അതന്ന് നേരത്തെ എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു ഇതാ ചായ കുടിക്കുന്നുണ്ട്, നിച്ചോളും ഇതാ ചായ കുടിക്കുന്നുണ്ട്, നാഫി പോന് പിന്നെ മാറ്റി ഒരുങ്ങിയൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരുത്തനക്ക് ഇപ്പോൾ മിച്ചറാണ് കേട്ടോ വേണ്ടത് രാവിലെ തന്നെ. അപ്പോൾ അത് ഓന് മിച്ചറും ചായയൊക്കെ കുടിച്ച് ഓൻ്റെ സ്ഥാനം അവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. ഞാനിതാ എൻ്റെ പണി എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. തൽക്കാലം മീൻ വന്നിട്ട് മീൻ കറിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തേക്കും ഇനി ഇത് വരുമ്പോഴത്തേക്കും ഇവർക്ക് സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ തലേ ദിവസത്തെ കറി ചൂടാക്കിയിട്ട് അതും കൂട്ടിയിട്ട് ഇത് അവർക്ക് ചായയൊക്കെ കൊടുക്കുകയാണല്ലേ. അപ്പം എന്താ പറയുക, 2025 കഴിയാനായിക്കണല്ലേ. ഓരോരുത്തർക്കും പല ഓർമ്മകളും പല ഇതും ഓരോരോ വർഷങ്ങൾ കഴിയുന്തോറും ഉണ്ടാവും. ഇനിയിപ്പോൾ അടുത്ത വർഷത്തിൽ എങ്ങനെയെന്നാണ് അടുത്തത് വരിക അല്ലേ. നാസിമോനെ ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചൊറഞ്ഞു കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ എടുത്ത് ഞാൻ ഇന്ന് തന്നെ വോയിസൊക്കെ കൊടുത്ത് ഇടുന്ന വീഡിയോ ആണ് എന്നുള്ളത്. മിണ്ടാണ്ട് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അത് പറയുമ്പോഴാണ് കുറച്ച് കൂടുന്നത്. അപ്പം ഞാൻ എന്തായാലും എൻ്റെ പണി ഞാൻ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓനെ മെല്ലെ അഡ്ജസ്റ്റ് ആക്കി നിർത്തിയേക്കണ്. നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഓന് വന്ന് ഓരോ സ്വകാര്യം പറയാണ്. ഇത്ര നേരം ഓനക്ക് മിണ്ടാനൊന്നും ഇല്ലേനു കേട്ടോ. ഇപ്പം അത് ഞാൻ ഇങ്ങോട്ട് വീഡിയോ എഡിറ്റ് ചെയ്തൊന്നും ഇരിക്കുമ്പോഴാണ് ഓനക്ക് ഭയങ്കരമായിട്ടുള്ള വർത്താനം. അപ്പോൾ ആ വർത്താനം പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഇതാക്കണേ ഞാൻ പറഞ്ഞില്ലേ മീൻ വാങ്ങി കൊടുത്തിട്ടുണ്ടായി. ഞാൻ മത്തിയാണ്, കുഞ്ഞമത്തിയാണ്. ഫസ്റ്റ് ആ ഒരു ഇതിൽ മത്തി തന്നെ കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേഗം അത് വാങ്ങിക്കൊണ്ടുവന്നു. ദോശക്കും ചോറിനും ഒക്കെ കൂടെ അങ്ങോട്ട് കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കറിക്കുള്ളത് ഇതാ തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വാട്ടി എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ഉലുവയൊക്കെ പൊട്ടിച്ച് വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ അതിലേക്ക് വേണ്ട പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി മുളകും പൊടിയും അങ്ങനെ വേണ്ട പൊടികളൊക്കെ അങ്ങോട്ട് ചേർത്തു. കുറച്ച് പുളിവെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കും. എന്നിട്ട് ഞാൻ പോയി മീൻ നന്നാക്കിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതും രണ്ടും എന്താ പറയുക, വേഗം കിട്ടുന്ന സമയം കൊണ്ട് വേഗം അങ്ങോട്ട് പരിപാടി കഴിക്കുക. അപ്പുറത്തുനിന്ന് ദോശ ചുടുന്ന സമയം കൊണ്ട് ഞാൻ കറിക്കുള്ള സാലിനെ ഇപ്പുറത്തുനിന്ന് റെഡിയാക്കിയതാണ്. എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരോ ഗ്യാപ്പ് കിട്ടുമ്പം അതിനനുസരിച്ച് പണികൾ അങ്ങനെ തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്.
പിന്നെ ഞാൻ ദോശയും ചുട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കറിയും തിളച്ചപ്പോൾ ഞാനത് ഓഫാക്കി വെച്ചിട്ട് പിന്നെ പോയി മീനൊക്കെ നന്നാക്കി കൊടുന്നു. പിന്നെ അതാ കറിക്കുള്ളത് അതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പെരക്കി വെക്കുകയാണ് കേട്ടോ. മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് പെരക്കി വെക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പൊരിക്കൂല കേട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ പൊരിക്കുള്ളൂ. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലോണം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അല്ലെങ്കിലേ ഇത് പൊരിക്കാൻ നേരത്ത് വന്ന് നോക്കുമ്പോൾ മീൻ ഇവിടെ ഉണ്ടാവില്ല, പൂച്ച കൊണ്ടുപോവേ. അങ്ങനെ എന്തായാലും കറിയും പൊരിക്കാനുള്ളതും ആയിക്കണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ബാക്കിയുള്ള പണികൾ എടുക്കണതിൻ്റെ മുന്നേ ചോറും കറിയും അങ്ങനത്തെ വെച്ചുണ്ടാക്കൽ പരിപാടികൾ അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടോ. എന്നിട്ട് ഇനി പഠിക്കുക തുടക്കുക ആ ഒരു പണിക്ക് ഇന്നിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്താണിപ്പം ഉപ്പേരി വെക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നപ്പോഴാണ് മുറ്റത്തെ തന്നെ ഉണ്ടല്ലോ ഇംഗ്ലീഷ് ചീരേൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഇതിന് ഇംഗ്ലീഷ് ചീര എന്നാണ് പറയുക. ചില സ്ഥലത്ത് മൈസൂർ ചീര പറയും, കോഴിച്ചീര പറയും, അങ്ങനെയൊക്കെ എന്തൊക്കെയോ പേരുകളൊക്കെ ഉണ്ട്. ഇവിടെ എന്തായാലും ഇംഗ്ലീഷ് ചീര മൈസൂർ ചീര എന്നൊക്കെ തന്നെയാണ് കേട്ടോ പറയുക. അപ്പം ഞാൻ അത് പോയി പറിച്ചു കൊടുന്നു വേഗം. അതൊന്ന് തേങ്ങ പച്ചമുളകൊക്കെ ഒതുക്കിയിട്ടിട്ട് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ചപ്പുപ്പേരി തേങ്ങയൊക്കെ ഇട്ടിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അങ്ങനത്തെ ഈ ഒരു പരിപാടികളൊക്കെ ഒന്ന് കഴിച്ചിട്ട് ബാക്കിയുള്ള പണിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ അതാട്ടോ അതൊന്ന് വേഗം അരിഞ്ഞെടുക്കുകയാണ്. വേറെ ഒന്നിനും ഇന്ന് നിന്നിട്ടില്ല കേട്ടോ. നാസിമോനാണെങ്കിൽ എൻ്റെ കൂടെ അയിലയിലേയും തിരിഞ്ഞ് അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ ഓനെ അംഗൻവാടിയിൽ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഇന്ന് ടീച്ചർ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഓനെയും കൊണ്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് പോകുന്നത് തന്നെ ഇനി. അപ്പോൾ ഇതാ കറി അവിടെ തിളച്ച് വരുന്നുണ്ട്. അതൊന്ന് ഓഫാക്കി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഉറ്റിച്ചാൽ നമ്മളെ മീൻ കറി അവിടെ റെഡി ആയിക്കോളും. ഇനിയിപ്പോൾ ചോറാക്കണം. അപ്പുറത്ത് തീ കത്തിച്ച് വേഗം ചോറിനുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്താൽ അതും അവിടെ നിന്ന് അങ്ങനെ ആയിക്കോളൂ കേട്ടോ. അപ്പം ഞാനത് മൊത്തം ഒന്ന് വേഗം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉപ്പേരീൻ്റെ പരിപാടിയും കൂടെ നോക്കാമല്ലോ വിചാരിച്ചിട്ടാണ്. പിന്നെ അതാ വേഗം തീയൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം പിന്നെ രാവിലെ തീ കത്തിക്കും. സ്കൂളില്ലാത്തതുകൊണ്ട് ഇക്കാക്കും രാവിലെ തന്നെ പോകേണ്ട ഒരു ഇതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ രാവിലെ അങ്ങനെ തീ കത്തിക്കാൻ മെനക്കെടലില്ല കേട്ടോ. അതിൻ്റെ സമയവും സന്ദർഭമൊക്കെ നോക്കിയിട്ട് അങ്ങനെ കത്തിക്കലാണ്. അപ്പോൾ ഇതപ്പോൾ തീയൊക്കെ കത്തിച്ചു ഒന്ന് വെള്ളം അടുപ്പത്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഉപ്പേരിയിലേക്കുള്ള വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ച് എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് കേട്ടോ. വേഗം ഉപ്പേരിയും കൂടെ ആക്കിയാൽ ഏകദേശം അടുപ്പിൻ്റെ അടുത്ത പണികൾ അങ്ങോട്ട് കഴിയും. പിന്നെ ബാക്കിയുള്ളത് അങ്ങോട്ട് എടുത്താൽ മതി. ഞാൻ ഈ ചപ്പുപ്പേരിയിലൊക്കെ ഉള്ളി ഇടലുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് ആ ഉള്ളി കടിക്കാൻ. അങ്ങനെ ഇതാക്കണ വെളിച്ചെണ്ണ ഒഴിച്ചു വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുത്തി ചതച്ചിട്ട് നമ്മളെ ചപ്പും ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചിരണ്ടിയിട്ട് പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചമ്മന്തി പോലെ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഈ ചപ്പുപ്പേരിയിലൊക്കെ തേങ്ങ ഒതുക്കി ഇട്ടാലാണ് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്ന് അവിടെ സെറ്റ് ആയിക്കോളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് തീ അവിടെ കുറച്ച് വെച്ചിട്ട് ഞാനിതാ അടുത്ത പണിക്ക് പോവുകയാണ്. അപ്പോൾ അതവിടെ വേവണ സമയം കൊണ്ട് ഓടി വന്നത് അവിടെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണ്. ഞാൻ സാധാരണ മക്കളൊക്കെ മോനൊക്കെ എണീച്ച് കഴിഞ്ഞാൽ വേഗം പോയി ആ കിടന്ന ഒരു പുതപ്പും ഇതൊക്കെ ഒന്ന് മടക്കി വെക്കണതാണ് കേട്ടോ. ഇന്നിപ്പോൾ എനിക്കെന്തോ അതിനുള്ളൊരു സമയം കിട്ടിയില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വേഗം വന്നത് ഇനിയിപ്പോൾ ഓരോരോ സ്ഥലത്തുനിന്ന് ഓരോന്ന് വൃത്തിയാക്കി കൊണ്ടുവരികയാണ്. ഞാൻ ഒരു ഭാഗത്തുനിന്ന് വൃത്തിയാക്കുക, മറ്റോനിതാ ഓനക്ക് പറ്റുന്ന പണിയാണ് അവിടെ ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ ചൂലും എടുത്ത് അടിച്ചു വരാൻ പോകുമ്പോഴത്തേക്ക് ആ കളിക്കുന്ന സാധനത്തെ ആ കളി സാധനം മൊത്തം അവിടെ വാരി കൊട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചെക്കന്. നമുക്ക് അത് കാണുമ്പോൾ പിരാന്ത് പിടിക്കും കേട്ടോ. ഒരു ഭാഗത്ത് നന്നാക്കിയിട്ടേ പിന്നെ അപ്പുറത്ത് പോയി നോക്കുമ്പോൾ അത് പിന്നെ വലിച്ചു വാരിയിട്ടാൽ ഒരു ദേഷ്യം വരാനുണ്ട്. എനിക്ക് അങ്ങനെ വരും, നിങ്ങൾക്ക് എങ്ങനെയാണോ ആവോ. അങ്ങനെ ഞാനിതാട്ടോ അകമൊക്കെ ഒന്ന് അടിച്ച് വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ പാത്രം കഴുകാൻ പോയപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളത്തിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കറിവേപ്പിൻ്റെ ചോട്ട് കൊണ്ടുപോയി ഒഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കറിവേപ്പില എങ്ങനെയെങ്കിലും ഒന്ന് പച്ച വെപ്പിച്ച് എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എല്ലാം ഒന്ന് പച്ച വെപ്പിച്ച് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ചാനലും നമുക്കൊക്കെ ഓരോരോ പ്രതീക്ഷയില്ല, നമ്മൾ എന്തെങ്കിലും രക്ഷപ്പെടുമെന്ന പ്രതീക്ഷയിലാണല്ലോ നമ്മളെല്ലാവരും ഓരോ കാര്യങ്ങളും ചെയ്യുക അല്ലേ. കഷ്ടപ്പെട്ടാൽ രക്ഷപ്പെടുമെന്നാണല്ലോ പ്രമാണം അല്ലേ. അങ്ങനെ ഇതാ പാത്രം കഴുകലും തുടക്കലും എല്ലാ പണികളും അകമൊക്കെ ഒതുക്കി വൃത്തിയാക്കി എല്ലാ പണികളും കഴിച്ചിട്ടുണ്ട് കേട്ടോ. അലക്കലും തൊരുമ്പലും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഇന്ന് എല്ലായിടും അങ്ങോട്ട് വീഡിയോ എടുത്ത് എനിക്ക് എത്തിയിട്ടില്ലായിരുന്നു. അതുമല്ല ഇന്ന് എന്തോ ഒരു മൊത്തത്തിൽ അങ്ങ് എടുക്കാനുള്ള ഒരു ഉഷാറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് അങ്ങനെയല്ലേ, എന്താണെന്നറിയാത്ത എന്തോ ഒരു മൂഡ് ഓഫ് ഒക്കെ ഉണ്ടാവില്ലേ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമുക്കറിയില്ല എന്താ കാരണം എന്ന്, പക്ഷെ നമുക്ക് എന്തോ ഒരു മൂഡ് ഓഫ് ആയിരിക്കും. എനിക്കിന്ന് രാവിലെ അങ്ങനെയായിരുന്നു കേട്ടോ. രാവിലെ ഒന്നും കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ ഒരു മൂഡ് ഓഫ് ആയിരുന്നു.
എന്തായാലും ഞാൻ ചെയ്യുന്ന കാര്യം അങ്ങോട്ട് നിർത്തണ്ടെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞതാ, കുളിയും കഴിഞ്ഞു. ഇനിയിപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേണം ചോറൊക്കെ വയ്ക്കാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.